ഇതെന്തുവാണെന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത്? ഇതാണ് നമ്മുടെ കടുക് മാങ്ങയൊന്നുമല്ല കേട്ടോ, പക്ഷേ മാങ്ങ കൊണ്ടുള്ളൊരു അടിപൊളി സംഭവമാണ്. ഇതിന് ഞാൻ ഇട്ടേക്കുന്ന പേര് മാങ്ങ മസാല. സൂപ്പർ കേട്ടോ, മസാലപ്പൊടിയൊക്കെ ഇടുന്നതുകൊണ്ടാണ് കേട്ടോ ഈ പെരുംജീരകമൊക്കെ. അതിന് വേണ്ടത് മാങ്ങ വേണം. ആദ്യം തന്നെ മാങ്ങ, പിന്നെ കുരുമുളക്, ജീരകം, ഉലുവ, മല്ലി, മുഴുവനോടുള്ള മല്ലിയാണ്, പിന്നെ വറ്റൽമുളക്, പിന്നെ ഇതിൻ്റെ അകത്ത് വേണ്ടത് പെരുംജീരകമാണ്. പെരുംജീരകം മുഴുവനോടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പൊടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ. പെരുംജീരകം നിങ്ങളുടെ കയ്യിൽ മുഴുവനോടെ ആണെങ്കിൽ ഈ കൂടെ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് അതിൻ്റെ വറുപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അതിനൊരു മൂപ്പില്ലേ, ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വറുത്തെടുക്കണം. കാരണം ഇത് കേടാകാനൊന്നും പാടില്ല, കുറേ നാൾ ഇരിക്കേണ്ടതല്ലേ. അതുകൊണ്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം തീ ഓഫാക്കിയതിന് ശേഷം മാത്രം കുറച്ച് പെരുംജീരകപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ടത് തണുത്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു തരിതരിപ്പോട് കൂടിയുള്ള പൊടിയെ ഫൈനായിട്ട് വേണ്ട, നമുക്ക് കടിക്കുമ്പോൾ കിട്ടണ്ടേ അങ്ങനെ. അപ്പം നമ്മളത് പൊടിച്ചതിന് ശേഷം നമ്മൾ അതേ പാൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം മാങ്ങ ഇടുക. ഈ ഒരു 2-3 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളിത് അരിഞ്ഞാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തലേദിവസം അരിഞ്ഞ് വെച്ചാൽ അത്രയും നല്ലതാണ്. ഉപ്പും കൂടി ഇട്ട് ഇതിങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഉപ്പെല്ലാം നല്ല പിടിച്ച് എന്നിട്ട് നമ്മൾ ഒരു വെയിലത്തോട്ട് ഈ മാങ്ങ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കണേ. വെള്ളമായി നമുക്ക് ഇതിൻ്റെ അകത്ത് പാടില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ. അതിൻ്റെ അകത്ത് നിന്ന് സ്കിപ്പായി പോയത്. എന്നിട്ട് നമ്മൾ പൊടിച്ച പൊടിയെല്ലാം കൂടി ഇതിൻ്റെ അകത്തോട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു കാര്യം പറയാം, ഇത് അരിഞ്ഞതിന് ശേഷം ശകല നേരം ഉപ്പിട്ട് വെയിലത്ത് വെക്കണേ, വെള്ളമയം വലിയാണ് കേട്ടോ. അതിനുശേഷം നമ്മളൊരു പാൻ എടുക്കുക, അതിൻ്റെ അകത്തോട്ട് നല്ലെണ്ണ തന്നെ ഒഴിക്കാൻ നോക്കണം. വേറെ വല്ല എണ്ണയാണെങ്കിൽ ഇത് കനച്ച് പോകും, കുറേ നാൾ ഇരിക്കേണ്ടതുകൊണ്ട്. അതുകൊണ്ട് കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് സാധാ മുളക് പൊടി ഇടുക. കാശ്മീരി ചില്ലി നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് കടുക് മസ്റ്റാണ് ഇങ്ങനെ ഒരു പൊടിച്ച് അതിൻ്റെ അകത്തോട്ട് അതും ഫൈനായിട്ട് പൊടി വന്നുകൊണ്ട് തരിതരിപ്പോട് പൊടിക്കുക. എന്നിട്ട് കായപ്പൊടിയും കൂടെ ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ സാധനം മാങ്ങയില്ല അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഒഴിക്കുക. ഇത് വേവിക്കേണ്ട തീ ഓഫാണേ, ഞാൻ ചുമ്മാ ഗ്യാസിൻ്റെ പുറത്തെടുത്ത് വെച്ചേക്കുന്നുള്ള തീ ഓഫാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് മുമ്പിട്ട് കുറച്ച് നിന്നോട്ടെ, അപ്പോൾ ഇത് പിടിച്ച് ഓക്കെ കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ എടുക്കുക, അങ്ങ് അടച്ച് വയ്ക്കാം. പിറ്റേ ദിവസം ആകുമ്പോൾ എനിക്ക് ഈ ഒരു പരുവത്തിയായിരിക്കും ടേസ്റ്റ് തന്നോണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് എന്താ ടേസ്റ്റ് എന്ന് അറിയാം. നിങ്ങളെല്ലാം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ ഇപ്പം മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സീസണല്ല, നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം. കണ്ണിമാങ്ങയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു നല്ലൊരു ഭരണിക്കകത്ത് അടച്ചങ്ങോട്ട് വെച്ചാൽ മതി. 2 വർഷമൊക്കെ കുറഞ്ഞായിരിക്കും കേട്ടോ. എന്നാൽ ഓക്കെ, ബൈ.